ക്രിസ്ത്യാനികളെക്കുറിച്ചുള്ള രസകരമായ രണ്ട് കഥ അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു. പണ്ടുകാലം മുതലുള്ള നമ്മുടെ ആളുകളുടെയൊക്കെയുള്ള ഒരു വിശ്വാസമാണ് വക്കീലിന് സ്വർഗം കിട്ടിയല്ല. കാരണം എന്നാ, കോടതി കയറിയ കേസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നുണ പറയേണ്ടി വരും. അതുപോലെ പിന്നത്തെ ഒരു വിശ്വാസമാണ് നമ്മൾ ആരെയും കൊല്ലാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊന്നു കളഞ്ഞാൽ 7 തലമുറ പാപം അനുഭവിക്കും. ആ വിശ്വാസം ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. നല്ല കാര്യം. അപ്പോൾ നമ്മുടെ 4-5 പേരെ തല്ലിക്കൊന്ന എനിക്ക് സൈനൈഡ് കൊടുത്ത് സൂപ്പിലും ലേഹ്യത്തിലൊക്കെ പൈസൊക്കെ കൊടുത്ത് ഇങ്ങനെ തട്ടിക്കളഞ്ഞ സൈനൈഡ് ജോളി ഒരു ക്രിസ്ത്യാനിയാണല്ലോ അല്ലേ. എല്ലാ ദിവസവും പള്ളിപ്പൊക്കൊണ്ടിരുന്ന കൊച്ചാ, നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ സൈനൈഡ് ജോളി ചേച്ചിയെ രക്ഷിക്കാൻ വന്ന വക്കീലാരാണ്? ആളൂരാണെന്ന് നമുക്കറിയാം അല്ലേ. ആളൂര് തൃശ്ശൂർ സ്വദേശിയായ ഒരു വക്കീലാണ്. അയാൾ ക്രിസ്ത്യാനിയാണ്. ഓക്കെ, ഇവർ തമ്മിൽ നല്ല സാമ്യമുണ്ട്. ഇവരെക്കുറിച്ചല്ല ഞാൻ പറയാൻ വന്നേ. അതേപോലെ നമ്മുടെ ഗോവിന്ദച്ചാമി കൊന്നുകളഞ്ഞ സൗമ്യ, ആ കേസിൽ വിധിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആളൂർ തോറ്റു എന്നുള്ളതാണ് ഇപ്പോൾ വന്നേക്കുന്ന കാര്യം. അപ്പോൾ ആളുകൾ പറഞ്ഞു വരുത്തുന്ന ഒരു കഥ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളൂർ എല്ലാ കേസിലും തോറ്റുകൊണ്ടിരിക്കുക, ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാണ് എന്ന്. വെറും തെറ്റിദ്ധാരണയാണ്. ആളൂർ എന്നത് സമർത്ഥനായ ഒരു വക്കീലാണ്. അയാൾ പൂനെയിൽ താമസിക്കുന്നത്. അയാളുടെ ജോലി എന്നാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അയാൾ ക്രിമിനൽ വക്കീലാണ്, ക്രിമിനൽ ലോയർ. അതായത് കുറ്റവാളികളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വകുപ്പുണ്ടെങ്കിൽ രക്ഷിക്കണമെന്ന് തീരുമാനിച്ചിറങ്ങിയേക്കുന്ന വക്കീലാണ്. 2, ഇയാൾക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ ഏറ്റവും പ്രമാദമായ ഏറ്റവും പ്രശ്നമുള്ള കേസുകളിൽ, അതായത് സാധാരണ വക്കീലന്മാരൊക്കെ മടിക്കുന്ന കേസിൽ എങ്ങനെയും ചെന്ന് അവനെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന അയാൾക്ക് പേരും പബ്ലിസിറ്റിയും മാത്രം പോരാ, അയാളുടെ കഴിവ് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഒരു തരത്തിലുള്ള വെല്ലുവിളിയാണ് തന്നോടും ഈ സമൂഹത്തിൻ്റെ ചില ഈ പൊട്ട വിശ്വാസങ്ങളോട്, ഇല്ലെങ്കിൽ ആളുകളുടെ പണ്ടുകാലം മുതൽ എഴുതി വെച്ചേക്കുന്ന ചില വിശ്വാസങ്ങളോടൊക്കെയുള്ള ഒരു വെല്ലുവിളി എന്നുള്ളതേ ഉള്ളൂ. പണ്ടുകാലത്തൊക്കെ പറയും സമർത്ഥന്മാരായ വക്കീലും ഏതോ ഒരു വക്കീലിൻ്റെ പേര് കൊണ്ടിട്ട് അയാളുണ്ടായിരുന്നെങ്കിൽ എല്ലാ കേസിൽ നിന്നും രക്ഷപ്പെട്ടേനെ. പിന്നെ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ട വിഴുങ്ങിയ വക്കീലന്മാർ, വെടിയുണ്ടൊക്കെ വിഴുങ്ങിയിട്ടുള്ള വക്കീലന്മാരുടെയൊക്കെ ഒരു നാടും പാരമ്പര്യമൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ആളൊരുടെ കേസ് മുഴുവൻ പൊളിഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു പൊട്ടൻ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. രാജൻ ജോസഫ് എന്നൊക്കെ പറയും. ആളെ ഇച്ചിരിയൊക്കെ ബഹുമാനം വിലയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങയുടെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ സഹതാപമാണ് തോന്നേ. അതായത് അയാൾ എപ്പോഴും നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന മിടുമിടുക്കനായ വക്കീലാണ്. ഇപ്പോൾ ഉള്ളതിലെ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച എല്ലാ കേസും ധൈര്യപ്പെട്ട് വന്ന് പിടിക്കുന്ന അങ്ങേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആളൂരിനെ പോലെയുള്ള വക്കീലന്മാർ വേണം. കാരണം എന്തെങ്കിലും നിയമത്തിൽ ഒഴിവുകളുണ്ട്. ഇതിലും വലിയ തെമ്മാടികൾ രക്ഷപ്പെടുന്ന നാടാണ്. ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ നിയമത്തിൽ അങ്ങ് പരിരക്ഷ ഉണ്ടാക്കണം. തെണ്ടിത്തരൊക്കെ കാണിക്കുന്നവരെ അന്നേരം കൊല്ലണം. ഇല്ലെങ്കിൽ സ്ത്രീ പീഡന കേസൊക്കെ നടത്തുന്നവരെ പിടിച്ചോണ്ട് പോവുക, എവിടെയെങ്കിലും കാണിക്കുക, ടിഷൊന്ന് കണ്ടിച്ചു കളയുക, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ ശേഷി അങ്ങനെ കളയുക. ഇതിനൊന്നും നമ്മുടെ നാട്ടിൽ നിയമമില്ല, കൊള്ളത്തില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങിക്കൊണ്ട് കുറേ പൈസയും കൊടുത്ത് ഇവന്മാരെയൊക്കെ വളർത്തി അങ്ങ് വലുതാക്കുക. നമ്മളതാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ രക്ഷിക്കാനും കുറച്ച് പേര് വേണം. നിയമം കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള നിയമത്തിലുള്ള പൊളിച്ചെഴുത്തലുകൾ നടത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള വക്കീലുകൾ സമൂഹത്തിന് ആവശ്യമാണ്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം വന്ന ഒരു എപ്പോഴും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഈ സിനിമാ ഫീൽഡിലുള്ളവരുടെ റേപ്പ് കേസ്. ഇന്നലെ ഓമർ ലുലു എന്ന് പറഞ്ഞ ഒരു കാമറാന്ത്, അത്രേ അതിനൊക്കെ പറയാനുള്ളൂ. അവൻ ആരാണ്ട് പെണ്ണിനെ പീഡിപ്പിച്ചു, സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് പീഡിപ്പിച്ചിട്ട് നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്. ഈ റേപ്പ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു തവണയോ 2 തവണയോ, അതൊക്കെ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചാൽ ഇവർ പറയുന്നത് തന്നെയാണ്. ഇവള് പരാതി കൊടുത്ത സിനിമയിൽ അവസരം തരാം എന്ന് പറഞ്ഞാൽ പലയിടത്തും കൊണ്ട് റേപ്പ് ചെയ്തു. അപ്പോൾ ഇവള് ആരെയും തട്ടിക്കൊണ്ട് പോയിട്ടില്ല, അവരുടെ വണ്ടിയിൽ വേറെ ആളുകളില്ല, തടങ്കിൽ വെച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടും കൂടി ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയി റേപ്പ് ചെയ്തു. അതെവിടുത്തെ ന്യായോ? അത് തെറ്റാണ്. അപ്പോൾ ഇതിനെ രക്ഷിക്കാൻ ഇങ്ങനത്തെ ഈ വൃത്തികെട്ട അനാവശ്യമായ കാര്യങ്ങളെ ചോദ്യം ചെയ്യാനും വക്കീലന്മാരെ ആവശ്യമാണെന്നേ. അപ്പോൾ ഈ വക്കീലന്മാരെ കുറിച്ച് വെറുതെ കുറേ നമ്മൾ വായി വരുന്നതിനെക്കുറിച്ച് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നീതിയുടെ ഭാഗത്ത് മാത്രം വക്കീൽ നിൽക്കണമെന്ന് പറയുന്നത് അതൊക്കെ നമ്മുടെ പൊട്ടത്തരമാണ്. അപ്പോൾ ഒമർ ലുലുവിന് ജാമ്യം കിട്ടി, നേരല്ലേ? പണ്ട് നമ്മൾ പറയണം നമ്മുടെ ഫ്രാങ്കോയുടെയും ഒരു കന്യാസ്ത്രീയുടെയും പീഡനം. അവരവസാനം കോടതി പറഞ്ഞു ഞങ്ങൾ ഉഭയ സമ്മതപ്രകാരം നടത്തിയ കാര്യമെന്ന് പറഞ്ഞേ. അവൾ പറഞ്ഞത് എന്താണ്? കന്യാസ്ത്രീമ വന്നിട്ട് പറഞ്ഞു എന്നെ പലതവണ 13 തവണ പല ദിവസങ്ങളായിട്ട് റേപ്പ് ചെയ്തു. ഇവരുടെ കോൺവെൻറ്റ് വെച്ചാണേ, പുറത്തെ സ്ഥലത്തല്ല. അപ്പോൾ കോടി രക്ഷപ്പെടാൻ മേലവേ. ബാക്കി സിസ്റ്റേഴ്സ് അവിടെ ഇല്ലേ? അല്ലെങ്കിൽ ഒരു തവണ 2 തവണ നടക്കുമ്പോൾ അത് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇങ്ങനത്തിലുള്ള കള്ളത്തരങ്ങളെ പൊളിച്ചെടുത്താൽ നമ്മുടെ ഇടയിൽ സമർത്ഥന്മാരായ വക്കീൽമാർ വേണം, ആളൂരിനെ പോലെയുള്ളവർ വേണം. ഈ ഒമർ ലുലുവിനെ ഞാൻ ന്യായീകരിക്കുന്നൊന്നുമില്ല, അതെൻ്റെ തരമാണ്.
പിന്നെ ഈ സിനിമാക്കാരുടെ പീഡനം എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴുള്ള ഈ സ്ത്രീകളുടെ പീഡനം എന്ന് പറയുന്നത് ചെറിയ പിള്ളേർ. അപ്പോൾ സൂര്യനെല്ലി കേസൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതൊക്കെ ഈ ഒരു 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ആരെങ്കിലും കുട്ടികളൊക്കെ മിസ്യൂസ് ചെയ്താൽ നല്ല ശിക്ഷ കിട്ടണം. അവനൊക്കെ പിടിച്ച് ബോട്ട്സൊക്കെ അകത്തിടണം, ഒരിക്കലും പുറം ലോകം കാണരുത്. നേരെ മറിച്ച് ഒരു പ്രായപൂർത്തിയായതിന് ശേഷം അവനോന് പരസ്പര സമ്മതത്തോട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാമെന്ന് പറയുക, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചീറ്റിങ് വന്നു കഴിയുമ്പോൾ കൊണ്ടുപോയി ഒരു പരാതി കൊടുക്കുക, അതൊരു നല്ല പരിപാടിയല്ല. പക്ഷേ ചെറിയ പ്രായത്തിലെ പിള്ളേരെ മിസ്യൂസ് ചെയ്യുക, അവരെ ട്രാപ്പിലാക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, ചൈൽഡ് അബ്യൂസ്, ഇതിനൊക്കെയാണ് നല്ല ശിക്ഷ കൊടുക്കേണ്ടത്. അതൊക്കെ പറയാനൊന്നുമില്ല. അപ്പോൾ വക്കീലന്മാരുടെ കുറ്റമൊക്കെ പറഞ്ഞ് ആളൂർ തകർന്നു പോയി, ആളൂരിന് കേസില്ല, ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരർത്ഥമില്ല. അയാൾ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഒരു കേസല്ല, അയാളെക്കുറിച്ച് ഒരു വാർത്ത വരുമ്പോൾ ഇതുപോലത്തെ 50 ക്രിമിനലുകളുടെ കേസ് അയാൾക്ക് ചെല്ലുന്നുണ്ട്. അയാൾക്ക് കേസ് കാരണം നിലത്ത് നിൽക്കാൻ സമയമില്ല, അത്രയും തിരക്കിൽ ഓടുന്ന ഒരു വക്കീലാണ്. ഇപ്പോൾ ഒമർ ലുലു പീഡിപ്പിച്ചു, അവസാനം കോടതി വിധിച്ചതാണ്. ഞങ്ങൾ പരസ്പര സമ്മതത്തോടെ നടന്നതാണ്, ഞാനും തമ്മിൽ തെറ്റിപ്പം എൻ്റെ പേര് പരാതി കൊടുത്തു. നമ്മുടെ പ്രാങ്കോടെ കാര്യത്തിൽ നടന്ന കാര്യം ഇത്രേ ഉള്ളൂ, തെറ്റി അവൾ കൊണ്ടുപോയി പരാതി കൊടുത്തു. അപ്പോൾ നമ്മുടെ വക്കീലന്മാർക്ക് നമുക്ക് സമൂഹത്തിന് വളരെ അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള നീതി എവിടെയാണോ, സത്യം എവിടെയാണോ, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ അല്ലെങ്കിൽ തെറ്റ് ആരോപിക്കപ്പെടുന്ന ആൾ അവരുടെ ഭാഗം എന്താണ് എന്ന് കൃത്യമായിട്ട് പൊളിച്ചെടുത്ത് നടത്തി ആളുകളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാൻ ആളുകളിനെ പോലെയുള്ള വക്കീലന്മാർ ഇനിയും വേണം. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ആരും പേടിക്കൊന്നും വേണ്ട, സ്വർഗ്ഗരാജ്യമൊക്കെ ഇഷ്ടംപോലെ കിട്ടും. ആരും ഇനി വക്കീലായ സ്വർഗം കിട്ടിയാലെന്ന് ഓർത്ത് പേടിച്ചിട്ടൊന്നും ഇരിക്കണം, അത് അവരുടെ തൊഴിലാണ്. അത് മനസ്സിലാക്കാൻ ദൈവത്തിന് കഴിവുണ്ട്. നമ്മുടെ ചിന്ത അല്ലല്ലോ ദൈവത്തിനുള്ള, ദൈവം നമ്മളെക്കാളൊക്കെ ഒത്തിരി സുപ്രീമാണ്. നമ്മളുടെ മാനുഷികമായ ഒരു വികാരത്തിലും ചിന്തയിലും വെച്ചുകൊണ്ട് ദൈവത്തെ അളക്കുന്നത് മനുഷ്യൻ്റെ ബലഹീനതയാണ്. കാരണം ദൈവം നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ചിന്തയ്ക്കോ ഒന്നും ഒതുങ്ങുന്ന ഒരാളല്ല, അതിനും അപ്പുറത്തേക്കുള്ള ഒരു വ്യക്തിയാണ്. ഈ ആളൂരിനെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമത്തിൽ പൊളിച്ചെടുത്ത് ആവശ്യമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി കൂടെ ഈ പറയണ നമ്മുടെ ദൈവത്തിനുണ്ടെന്നേ. അതുകൊണ്ട് വക്കീലന്മാരായിട്ടും ഇഷ്ടംപോലെ ആളുകൾ വരണം. ആളൂരിനൊക്കെ നല്ല ഡിമാൻഡാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇനി ആരെങ്കിലുമൊക്കെ എന്നെ ആർക്കെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ആരും തപ്പി മെനക്കണ്ട, വേഗം ആളൂരിനെ പിടിച്ചോട്ടോ. പിന്നെ അയാൾ നല്ല പൈസ വാങ്ങും, അത് നോക്കിക്കോണം, ഉണ്ടാക്കി വെച്ചോണം.